Hi friends, welcome to my channel. Today's topic of discussion is question paper discussion of paper 3 drama and poetry. നിങ്ങളുടെ എക്സാം വരുന്നത് മൺഡേ ആണ്. BAയുടെ എക്സാം ഡ്രാമ ആൻഡ് പോയട്രിയുടെ എക്സാം വരുന്നത് മൺഡേ ആണ്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞിട്ട് 3 ഗ്രൂപ്പ്സ് വരുന്നു. അതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾ 2 അനോട്ടേഷൻസ് മസ്റ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ടെമ്പസ്റ്റ് ആൻഡ് അനദർ വൺ ഈസ് സീസർ ആൻഡ് ക്ലിയോപേട്ര ഓഫ് ബെർണാഡ് ഷോ ആൻഡ് ദ തേർഡ് ഈസ് മൂൺലിറ്റ് ഡോം. മൂൺലിറ്റ് ഡോമിൽ ഒരു 10 പോംസിൻ്റെ കളക്ഷൻസാണ്. അതിൽ ഫസ്റ്റ് ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ലാബിൾ ഡെയിം, സയൻസ് മെർസി, യുളീസസ്, ടെലിഫോൺ കോൺവെർസേഷൻ, റെഫ്യൂജി ബ്ലൂസ്, ബാറ്റർ മൈ ഹാർട്ട്, ടൈം ഓഫ് ആൻഷ്യൻ മാരിനർ, ഇതുപോലെ വരുന്ന 10 പോംസിൻ്റെ കളക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് എ എന്നുള്ളത് ഇപ്പോഴും ടെമ്പസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനോട്ടേഷൻസാണ് വരുന്നത്. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് സീസർ ആൻഡ് ക്ലിയോപേട്ര. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് മൂൺലിറ്റ് ഡോമിനെ ബേസ് ചെയ്തിട്ടുള്ള അനോട്ടേഷൻ. അപ്പം ഗ്രൂപ്പ് എയിൽ 4 അനോട്ടേഷൻസ് ഉണ്ട്. വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ പഠിക്കുക. ആൻഡ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസിലൂടെ മൂവ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അനോട്ടേഷൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ടെമ്പസ്റ്റ്. ഇതുവരെ അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് നോക്കിയാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാലും ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ഇത് തന്നെയായിരിക്കും ടെമ്പസ്റ്റിൽ നിന്നുള്ള അനോട്ടേഷന്. ഇനി ഈ വർഷം മാറി വന്നാൽ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഗ്രൂപ്പ് എ ടെമ്പസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് ആ ലൈൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ടെമ്പസ്റ്റ് ആണെന്ന് അല്ലെങ്കിൽ സീസർ ആൻഡ് ക്ലിയോപേട്ര ആണെന്ന്. അപ്പോൾ 2 അനോട്ടേഷൻസ് എഴുതണം. അനോട്ടേറ്റ് എനി 6 ഓഫ് ദ ഫോളോയിങ് ടേക്കിംഗ് 2 ഫ്രം ഈച്ച് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അനോട്ടേഷൻ ഈസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഗുഡ് ഫെയ്റ്റ് ടു ഹിസ് ഹാങ്ങിങ്, മേക്ക് ദ റോപ്പ് ഓഫ് ഹിസ് ഡെസ്റ്റിനി അവർ കേബിൾ. ഈ ഫെയ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആക്ട് 1 സീൻ 1 ആക്ട് 1 സീൻ 1 ഒരു ഷിപ്പിൽ ഗൊൺസാലോയും അലൻസോയും ആൻറ്റോണിയോയും സെബാസ്റ്റ്യനും ഇങ്ങനെ വരുന്ന മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിളൊക്കെ ഉള്ള ഒരു ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നല്ലൊരു ടെമ്പസ്റ്റ് വരുന്നു. ആ ടെമ്പസ്റ്റ് വരുന്ന സമയത്ത് ഗൊൺസാലോ എന്ന് പറയുന്ന ലോയലായിട്ടുള്ള കൗൺസിലർ അല്ലേ, ഭയങ്കര ട്രൂത്ത്ഫുള്ളായിട്ടുള്ള കൗൺസിലർ എന്ത് ചെയ്യുന്നു, അയാളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നു. ദ ഫേറ്റ് ഓഫ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓൺ ദ ഷിപ്പ് ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഹംബിൾ ബോട്ട്സ്മാൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ഒരുപാട് പേര് എവിടെ ഉണ്ട്, ഈ ഷിപ്പിലുണ്ട്. അവരുടെ ഫെയ്റ്റ് എല്ലാം ആരുടെ കൈകളിലാണ്? ഹംബിളായിട്ടുള്ള ബോട്ട്സ്മാൻ്റെ കൈകളിലാണ്. ഓക്കെ, ഈ ടെമ്പസ്റ്റിൽ നിന്നും അവരെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി ആർക്കാണ്? ബോട്ട്സ്വൈൻ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആക്ട് 1 സീൻ 1 സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അടുത്ത് നൗ ഐ വിൽ ബിലീവ് ദാറ്റ് ദെയർ ആർ യൂണിക്കോൺസ് ദാറ്റ് ഇൻ അറേബ്യ. ഓക്കെ, യൂണിക്കോൺസ് എന്നൊക്കെ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും യൂണിക്കോൺസ് ദാറ്റ് ഇൻ അറേബ്യ ദെർ ഈസ് 1 tree, ദ ഫീനിക്സ് ത്രോൺ 1 phoenix. ഓക്കെ, അറ്റ് ദിസ് അവർ റെയിങ് ദെയർ. അപ്പോൾ ഇത് ആക്ട് 3 സീൻ 3 പറയുന്നത്. ഇതിലൊരു ബാങ്ക്വറ്റ് സീൻ വരുന്നുണ്ട്. ബാങ്ക്വറ്റ് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ഈ ഏതാണ് 2 ഗ്രൂപ്പായിട്ട് മാറുമല്ലോ, ഗൊൺസാലോയും അലൻസോയും ഒക്കെ വരുന്ന ആ ഒരു ടീമിൻ്റെ അടുത്തേക്കാണ് ഈ ബാങ്ക്വറ്റ് സീൻ വരുന്നത്. അപ്പോൾ ഈ ബാങ്ക്വറ്റ് സീൻ വരുമ്പോൾ പെട്ടെന്ന് ആ ബാങ്ക്വറ്റ് എന്ത് ചെയ്യുന്നു, ഡിസപ്പിയർ ആവുന്ന ആ ഒരു ടൈമിലാണ് ഒരു ഇങ്ങനത്തെ ഈ ലൈൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ആക്ട് 3 സീൻ 3 ഇൻവിസിബിൾ Prospero and a group of spirits enter, bringing a banquet of food on a table and dancing around it with a gesture of welcome, inviting the royal party to eat. Sebastian calls the spectacle a live puppet show. He cries out that he now believes unicorns exist and there is a tree in Arabia where the phoenix lives. അപ്പോൾ ഈ ഫീനിക്സ് ജീവിക്കുന്ന ട്രീ അറേബ്യയിൽ ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല, പക്ഷേ ഇവിടെ സെബാസ്റ്റ്യൻ ഉറക്കെ വിളിച്ച് പറയുകയാണ് യൂണിക്കോൺസിൽ ഇങ്ങനെ ഒരു ലൈവ് പപ്പറ്റ് ഷോയിൽ ബിലീവ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ബിലീവ് ചെയ്യാം? യൂണിക്കോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അറേബ്യയിൽ യൂണിക്കോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടും
അതുപോലെ അറേബ്യയിലെ എന്താ ഒരു ട്രീയിൽ ഫീനിക്സ് എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നതായിട്ടുമൊക്കെ നമുക്ക് ബിലീവ് ചെയ്യാം. ആ ഒരു ബാങ്ക്വറ്റ് സീൻ വരുന്ന ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ആരുടെ ലൈൻസാണ് ഇത്, സെബാസ്റ്റ്യനാണ് ഇങ്ങനെ ഈ ഒരു ലൈൻസ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ആൻഡ് ലൈക്ക് ദ ബേസ്ലെസ് ഫാബ്രിക് ഓഫ് ദിസ് വിഷൻ. എനിക്ക് തോന്നുന്നു ഇത് ആ മാസ്കിൻ്റെ ടൈമിൽ ഒരു ബിത്രോട്ടൽ സെറിമണി നടത്തത്തില്ലേ, എൻഗേജ്മെൻറ്റ് പോലെ, നമ്മുടെ ഈ ഫെർഡിനൻഡ് മിറാൻഡ ആ ഒരു മാസ്കിൻ്റെ ടൈമിലാണ് ഈ ലൈൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ആക്ട് ഏത് സീനാണെന്നുള്ളത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് ഈ ലൈൻസ് ജസ്റ്റ് ഇപ്പോൾ യൂണിക്കോൺസ് വരുന്നത് ആക്ട് 3 സീൻ 3 ഇങ്ങനെ ആ ഒരു ബാങ്ക്വറ്റിൻ്റെ സീനിലാണെന്ന് ജസ്റ്റ് ഓർമ്മയിരിക്കും. ഇങ്ങനത്തെ ലൈൻസൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയാൽ ഒരു പക്ഷേ അനോട്ടേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത് നമുക്ക് ഗ്രൂപ്പ് ബിയിൽ വരുന്നത് സീസർ ആൻഡ് ക്ലിയോപാട്രയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ബെർണാഡ് ഷോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് ഈ ലൈൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഏതാ, മോൺലിറ്റ് ഡോം ബേസ് ചെയ്തിട്ട് ആൻഡ് ദെൻ ദ ലവർ സൈങ് ലൈക്ക് എ ഫർണസ്. എളുപ്പമാണല്ലോ നമുക്കത്. ഏതാണ് വരുന്നത്, ആൻഡ് ദെൻ ദ ലവർ ഷേക്സ്പിയറിൻ്റെ അല്ലേ, ഓൾ ദ ബേൾസ് എ സ്റ്റേജ്, ലവറിൻ്റെ സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ലവറിൻ്റെ സ്റ്റേജ് വരുമ്പോൾ ഇത് 3rd സ്റ്റേജാണ്. വാട്ടർ വാട്ടർ എവരിവെയർ ആൻഡ് ഓൾ ദ ബോട്ട്സ് ഡിൽ ഷ്രിങ്ക്. ഏതാ, നമ്മൾ ഈ റൈം ഓഫ് ആൻഷ്യന്റ് മാരിനർ അല്ലേ, അൺടച്ച്ഡ് ബൈ മോർണിംഗ് ആൻഡ് അൺടച്ച് കേൾക്കുമ്പോഴേ അറിയാം ഏതാ, സേഫ് ഇൻ ദെയർ അലബാസ്റ്റർ ചേമ്പേഴ്സിൽ. ഈ ഡെഡ് പീപ്പിളിൻ്റെ മോർണിംഗോ നൂണോ അല്ലെങ്കിൽ നേച്ചറിലെ ഇൻറ്റൻസ് ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ ബട്ട് ഡെഡ് പീപ്പിൾ ദേ ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് ഏതാ, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലേ. ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ ആ ലാസ്റ്റ് വരുന്ന ലൈൻസ് ആ കൺഫെഷണൽ ടോണിൽ വളരെ പെതറ്റിക്കായിട്ട് കമലദാസ് മെൻഷൻ ചെയ്യുന്നു. പിന്നെ സീസർ ആൻഡ് ക്ലിയോപാട്രയിലെ ഒരു അനോട്ടേഷൻ, ടെമ്പസ്റ്റിൻ്റെ ഒരു അനോട്ടേഷൻ പഠിച്ചിട്ട് പോവുക. അനോട്ടേഷൻ അല്ല, റിയലി സോറി. റൈറ്റ് ആൻ എസ്സേ ഓൺ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 3 pages. ടെമ്പസ്റ്റ് ഒരു എസ്സേ. അതുപോലെ തന്നെ ഏതാ, ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന ജൂലിയസ് സീസർ എന്ന. റൈറ്റ് ആൻ എസ്സേ ഓൺ ദി റോൾ ഓഫ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ ആണല്ലോ, ജൂലിയസ് സീസറാണ് കേട്ടോ, ജൂലിയസ് സീസറാണ്, കറക്റ്റാണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദി റോൾ ഓഫ് ജൂലിയസ് സീസർ ഇൻ ബെർണാഡ് ഷോസ് പ്ലേ സീസർ ആൻഡ് ക്ലിയോപാട്ര. അതുപോലെ കൺസിഡർ സീസർ ആൻഡ് ക്ലിയോപാട്ര ആസ് എൻ ആൻറ്റി റൊമാൻറ്റിക് കോമഡി. സീസർ ആൻഡ് ക്ലിയോപാട്ര ഒരു ആൻറ്റി റൊമാൻറ്റിക് കോമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു എസ്സേ പഠിച്ചിട്ട് പോയാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ സ്മാർട്ടായിട്ടുള്ള എസ്സേസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരൊറ്റ എസ്സേ പഠിച്ചിട്ട് പോയാൽ തന്നെ ടെമ്പസ്റ്റും എഴുതാൻ പറ്റും, സീസർ ആൻഡ് ക്ലിയോപാട്രയും എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ മൂൺലിറ്റ് ഡോമിൽ ഇപ്പം ലാബിൾഡേയും സാൻസ് മേഴ്സിയും ടെലിഫോൺ കോൺവെർസേഷനാണ് ചോദിച്ചിരിക്കുന്നത്. യുളീസസും ഓൾ ദ വേൾഡ്സ് സ്റ്റേജും ഒക്കെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 എസ്സേസ് നമുക്ക് മസ്റ്റായിട്ട് കിട്ടും, പിന്നെ അനോട്ടേഷൻസും. അടുത്തത് ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ഈച്ച് ഇൻ അബൌട്ട് 80 words എന്നാണ്. 80 wordsൽ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രോസ്പിറോ റൈസ് എ ടെമ്പസ്റ്റ് ഇൻ ദ സീ, നമുക്ക് ആ പഠിച്ചിട്ടുള്ളവർക്ക് അത് അറിയാം അല്ലേ. സീ എന്തുകൊണ്ടാണ്, പ്രോസ്പിറോ ആരാണ്, പിന്നെ എന്തുകൊണ്ടാണ് ആ സീയിൽ ടെമ്പസ്റ്റ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് വന്നേക്കുന്നത്. സീസേഴ്സ് വ്യൂസ് ഓൺ റിവെഞ്ച്. അടുത്ത ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഫെർഡിനൻഡ് ആൻഡ് മിറാൻഡ. അതുകൊണ്ട് ആ നോട്ട്സിലൂടെയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗൊൺസാലോയുടെ അല്ലേ, ലോയൽ ആയിട്ടുള്ള കൗൺസിലർ, ഗൊൺസാലോസ് ഐഡിയൽ കോമൺവെൽത്ത്, ഗൊൺസാലോയുടെ ആ കോമൺവെൽത്തിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ, കമ്മിങ് എക്സാം, ഡ്രാമ ആൻഡ് പോയട്രി എക്സാമിനേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയി. ഗ്രൂപ്പ് എയിൽ ടെമ്പസ്റ്റ് 2 അനോട്ടേഷൻ, ഗ്രൂപ്പ് ബി സീസർ ആൻഡ് ക്ലിയോപാട്ര 2 അനോട്ടേഷൻ, ഗ്രൂപ്പ് സിയിലെ മൂൺലിറ്റ് ഡോം അനോട്ടേഷൻ, പിന്നെ ഫസ്റ്റ് വരുന്നത് ടെമ്പസ്റ്റിൻ്റെ എസ്സേ ആണ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് സീസർ ആൻഡ് ക്ലിയോപാട്ര എസ്സേ. ജൂലിയസ് സീസറിൻ്റെ റോളാണ് ചോദിച്ചേക്കുന്നത്, ക്യാരക്ടർ സ്കെച്ച് റോള്, പിന്നെ ആൻറ്റി റൊമാൻറ്റിക് കോമഡി എന്നുള്ള രീതിയിൽ. പിന്നെ മൂൺലിറ്റ് ഡോമിൽ നിന്നും ഏതെങ്കിലും ഒരു എസ്സേ എഴുതിയാൽ മതി. അതുപോലെ ഒരു 5 ഷോർട്ട് ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ പേപ്പറാണ് ഡ്രാമ ആൻഡ് പോയട്രി എന്നുള്ളത്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ
coming exam. Hi friends, welcome to my channel. Today's topic of discussion is question paper discussion of paper 3 drama and poetry. നിങ്ങളുടെ എക്സാം വരുന്നത് മൺഡേ ആണ്. BA എക്സാം ഡ്രാമ ആൻഡ് പോയട്രിയുടെ എക്സാം വരുന്നത് മൺഡേ ആണ്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞിട്ട് 3 ഗ്രൂപ്പ്സ് വരുന്നു. അതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾ 2 അനോട്ടേഷൻസ് മസ്റ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ടെമ്പസ്റ്റ് ആൻഡ് അനദർ വൺ ഈസ് സീസർ ആൻഡ് ക്ലിയോപേട്ര ഓഫ് ബെർണാഡ് ഷോ ആൻഡ് ദ തേർഡ് ഈസ് മൂൺലിറ്റ് ഡോം. മൂൺലിറ്റ് ഡോമിൽ ഒരു 10 പോംസിൻ്റെ കളക്ഷൻസാണ്. അതിൽ ഫസ്റ്റ് ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ലാബിൾ ഡെയിം, സയൻസ് മെർസി, യുളീസസ്, ടെലിഫോൺ കോൺവെർസേഷൻ, റെഫ്യൂജി ബ്ലൂസ്, ബാറ്റർ മൈ ഹാർട്ട്, റൈം ഓഫ് ആൻഷ്യൻ മാരിനർ, ഇതുപോലെ വരുന്ന 10 പോംസിൻ്റെ കളക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് എ എന്നുള്ളത് ഇപ്പോഴും ടെമ്പസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനോട്ടേഷൻസാണ് വരുന്നത്. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് സീസർ ആൻഡ് ക്ലിയോപേട്ര. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് മൂൺലിറ്റ് ഡോമിനെ ബേസ് ചെയ്തിട്ടുള്ള അനോട്ടേഷൻ. അപ്പം ഗ്രൂപ്പ് എയിൽ 4 അനോട്ടേഷൻസ് ഉണ്ട്. വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ പഠിക്കുക. ആൻഡ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസിലൂടെ മൂവ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അനോട്ടേഷൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ടെമ്പസ്റ്റ്. ഇതുവരെ അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് നോക്കിയാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാലും ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ഇത് തന്നെയായിരിക്കും ടെമ്പസ്റ്റിൽ നിന്നുള്ള അനോട്ടേഷനാണ്. ഇനി ഈ വർഷം മാറി വന്നാൽ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഗ്രൂപ്പ് എ ടെമ്പസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് ആ ലൈൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ടെമ്പസ്റ്റ് ആണെന്ന് അല്ലെങ്കിൽ സീസർ ആൻഡ് ക്ലിയോപേട്ര ആണെന്ന്. അപ്പോൾ 2 അനോട്ടേഷൻസ് എഴുതണം. അനോട്ടേറ്റ് എനി 6 ഓഫ് ദ ഫോളോയിങ് ടേക്കിംഗ് 2 ഫ്രം ഈച്ച് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അനോട്ടേഷൻ ഈസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഗുഡ് ഫെയ്റ്റ് ടു ഹിസ് ഹാങ്ങിങ്, മേക്ക് ദ റോപ്പ് ഓഫ് ഹിസ് ഡെസ്റ്റിനി അവർ കേബിൾ. ഈ ഫെയ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആക്ട് 1 സീൻ 1 ആക്ട് 1 സീൻ 1 ഒരു ഷിപ്പിൽ ഗൊൺസാലോയും അലൻസോയും ആൻറ്റോണിയോയും സെബാസ്റ്റ്യനും ഇങ്ങനെ വരുന്ന മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിളൊക്കെ ഉള്ള ഒരു ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നല്ലൊരു ടെമ്പസ്റ്റ് വരുന്നു. ആ ടെമ്പസ്റ്റ് വരുന്ന സമയത്ത് ഗൊൺസാലോ എന്ന് പറയുന്ന ലോയലായിട്ടുള്ള കൗൺസിലർ അല്ലേ, ഭയങ്കര ട്രൂത്ത്ഫുള്ളായിട്ടുള്ള കൗൺസിലർ എന്ത് ചെയ്യുന്നു, അയാളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നു. ദ ഫേറ്റ് ഓഫ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓൺ ദ ഷിപ്പ് ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഹംബിൾ ബോട്ട്സ്മാൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ഒരുപാട് പേര് എവിടെ ഉണ്ട്, ഈ ഷിപ്പിലുണ്ട്. അവരുടെ ഫെയ്റ്റ് എല്ലാം ആരുടെ കൈകളിലാണ്? ഹംബിളായിട്ടുള്ള ബോട്ട്സ്മാൻ്റെ കൈകളിലാണ്. ഓക്കെ, ഈ ടെമ്പസ്റ്റിൽ നിന്നും അവരെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി ആർക്കാണ്? ബോട്ട്സ്വൈൻ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആക്ട് 1 സീൻ 1 സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അടുത്ത് നൗ ഐ വിൽ ബിലീവ് ദാറ്റ് ദെയർ ആർ യൂണിക്കോൺസ് ദാറ്റ് ഇൻ അറേബ്യ. ഓക്കെ, യൂണിക്കോൺസ് എന്നൊക്കെ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും യൂണിക്കോൺസ് ദാറ്റ് ഇൻ അറേബ്യ ദെർ ഈസ് 1 tree, ദ ഫീനിക്സ് ത്രോൺ 1 ഫീനിക്സ്. ഓക്കെ, അറ്റ് ദിസ് അവർ റെയിങ് ദെയർ. അപ്പോൾ ഇത് ആക്ട് 3 സീൻ 3 പറയുന്നത്. ഇതിലൊരു ബാങ്ക്വറ്റ് സീൻ വരുന്നുണ്ട്. ബാങ്ക്വറ്റ് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ഈ ഏതാണ് 2 ഗ്രൂപ്പായിട്ട് മാറുമല്ലോ, ഗൊൺസാലോയും അലൻസോയും ഒക്കെ വരുന്ന ആ ഒരു ടീമിൻ്റെ അടുത്തേക്കാണ് ഈ ബാങ്ക്വറ്റ് സീൻ വരുന്നത്. അപ്പോൾ ഈ ബാങ്ക്വറ്റ് സീൻ വരുമ്പോൾ പെട്ടെന്ന് ആ ബാങ്ക്വറ്റ് എന്ത് ചെയ്യുന്നു, ഡിസപ്പിയർ ആവുന്നു. ഡിസപ്പിയർ ആവുന്ന ആ ഒരു ടൈമിലാണ് ഒരു ഇങ്ങനത്തെ ഈ ലൈൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ആക്ട് 3 സീൻ 3 ഇൻവിസിബിൾ Prospero and a group of spirits enter, bringing a banquet of food on a table and dancing around it with a gesture of welcome, inviting the royal party to eat. Sebastian calls the spectacle a live puppet show. He cries out that he now believes unicorns exist and there is a tree in Arabia where the phoenix lives. അപ്പോൾ ഈ ഫീനിക്സ് ജീവിക്കുന്ന ട്രീ അറേബ്യയിൽ ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല, പക്ഷേ ഇവിടെ സെബാസ്റ്റ്യൻ ഉറക്കെ വിളിച്ച് പറയുകയാണ് യൂണിക്കോൺസിൽ ഇങ്ങനെ ഒരു ലൈവ് പപ്പറ്റ് ഷോയിൽ ബിലീവ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ബിലീവ് ചെയ്യാം? യൂണിക്കോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അറേബ്യയിൽ യൂണിക്കോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടും
അതുപോലെ അറേബ്യയിലെ ഒരു ട്രീയിൽ ഫീനിക്സ് എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നതായിട്ടുമൊക്കെ നമുക്ക് ബിലീവ് ചെയ്യാം. ആ ഒരു ബാങ്ക്വറ്റ് സീൻ വരുന്ന ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ആരുടെ ലൈൻസാണ് ഇത്? സെബാസ്റ്റ്യനാണ് ഇങ്ങനെ ഈ ഒരു ലൈൻസ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത്, ആൻഡ് ലൈക്ക് ദ ബേസ്ലെസ് ഫാബ്രിക് ഓഫ് ദിസ് വിഷൻ. എനിക്ക് തോന്നുന്നു ഇത് ആ മാസ്കിൻ്റെ ടൈമിൽ ഒരു ബിത്രോട്ടൽ സെറിമണി നടത്തത്തില്ലേ, എൻഗേജ്മെൻറ്റ് പോലെ, നമ്മുടെ ഈ ഫെർഡിനൻഡ് മിറാൻഡ ആ ഒരു മാസ്കിൻ്റെ ടൈമിലാണ് ഈ ലൈൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ആക്ട് ഏത് സീനാണെന്നുള്ളത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ എഴുതിയിട്ട് ഈ ലൈൻസ് ജസ്റ്റ് ഇപ്പോൾ യൂണിക്കോൺസ് വരുന്നത് ആക്ട് 3 സീൻ 3 ഇങ്ങനെ ആ ഒരു ബാങ്ക്വറ്റിൻ്റെ സീനിലാണെന്ന് ജസ്റ്റ് ഓർമ്മയിരിക്കും. ഇങ്ങനത്തെ ലൈൻസൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയാൽ ഒരു പക്ഷേ അനോട്ടേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത് നമുക്ക് ഗ്രൂപ്പ് ബിയിൽ വരുന്നത് സീസർ ആൻഡ് ക്ലിയോപാട്രയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ബെർണാഡ് ഷോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് ലൈൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഏതാ, മൂൺലിറ്റ് ഡോം ബേസ് ചെയ്തിട്ട്, ആൻഡ് ദെൻ ദ ലവർ സൈങ് ലൈക്ക് എ ഫർണസ്. എളുപ്പമാണല്ലോ നമുക്കത്. ഏതാണ് വരുന്നത്? ആൻഡ് ദെൻ ദ ലവർ ഷേക്സ്പിയറിൻ്റെ അല്ലേ, ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. ലവറിൻ്റെ സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ലവറിൻ്റെ സ്റ്റേജ് വരുമ്പോൾ ഇത് 3rd സ്റ്റേജാണ്. വാട്ടർ വാട്ടർ എവരിവെയർ ആൻഡ് ഓൾ ദ ബോട്ട്സ് ഡിൽ ഷ്രിങ്ക്. ഏതാ, നമ്മൾ ഈ റൈം ഓഫ് ആൻഷ്യന്റ് മാരിനർ അല്ലേ. അൺടച്ച്ഡ് ബൈ മോർണിംഗ് ആൻഡ് അൺടച്ച് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഏതാ, സേഫ് ഇൻ ദെയർ അലബാസ്റ്റർ ചേമ്പേഴ്സിൽ. ഈ ഡെഡ് പീപ്പിളിൻ്റെ മോർണിംഗോ ന്യൂണോ അല്ലെങ്കിൽ നേച്ചറിലെ ഇൻറ്റൻസ് ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ, ബട്ട് ഡെഡ് പീപ്പിൾ ദേ ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് ഏതാ, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലേ. ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ ആ ലാസ്റ്റ് വരുന്ന ലൈൻസ് ആ കൺഫെഷണൽ ടോണിൽ വളരെ പെതറ്റിക്കായിട്ട് കമലദാസ് മെൻഷൻ ചെയ്യുന്നു. പിന്നെ സീസർ ആൻഡ് ക്ലിയോപാട്രയുടെ ഒരു അനോട്ടേഷൻ, ടെമ്പസ്റ്റിൻ്റെ ഒരു അനോട്ടേഷൻ പഠിച്ചിട്ട് പോവുക. അനോട്ടേഷൻ അല്ല, റിയലി സോറി. റൈറ്റ് ആൻ എസ്സേ ഓൺ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 3 പേജസ്. ടെമ്പസ്റ്റ് ഒരു എസ്സേ. അതുപോലെ തന്നെ ഏതാ, ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന ജൂലിയസ് സീസർ എന്ന. റൈറ്റ് ആൻ എസ്സേ ഓൺ ദി റോൾ ഓഫ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ ആണല്ലോ, ജൂലിയസ് സീസറാണ് കേട്ടോ, ജൂലിയസ് സീസറാണ്, കറക്റ്റാണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദി റോൾ ഓഫ് ജൂലിയസ് സീസർ ഇൻ ബെർണാഡ് ഷോസ് പ്ലേ സീസർ ആൻഡ് ക്ലിയോപാട്ര. അതുപോലെ കൺസിഡർ സീസർ ആൻഡ് ക്ലിയോപാട്ര ആസ് എൻ ആൻറ്റി റൊമാൻറ്റിക് കോമഡി. സീസർ ആൻഡ് ക്ലിയോപാട്ര ഒരു ആൻറ്റി റൊമാൻറ്റിക് കോമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു എസ്സേ പഠിച്ചിട്ട് പോയാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ സ്മാർട്ടായിട്ടുള്ള എസ്സേസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരൊറ്റ എസ്സേ പഠിച്ചിട്ട് പോയാൽ തന്നെ ടെമ്പസ്റ്റും എഴുതാൻ പറ്റും, സീസർ ആൻഡ് ക്ലിയോപാട്രയും എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ മൂൺലിറ്റ് ഡോമിൽ ഇപ്പം ലാബൽ ഡെയിം സാൻസ് മേഴ്സിയും ടെലിഫോൺ കോൺവെർസേഷനാണ് ചോദിച്ചേക്കുന്നത്. യുളീസസും ഓൾ ദ വേൾഡ്സ് സ്റ്റേജും ഒക്കെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 എസ്സേസ് നമുക്ക് മസ്റ്റായിട്ട് കിട്ടും, പിന്നെ അനോട്ടേഷൻസും. അടുത്തത് ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ഈച്ച് ഇൻ അബൌട്ട് 80 വേർഡ്സ് എന്നാണ്. 80 വേർഡ്സിൽ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രോസ്പിറോ റൈസ് എ ടെമ്പസ്റ്റ് ഇൻ ദ സീ, നമുക്ക് ആ പഠിച്ചിട്ടുള്ളവർക്ക് അത് അറിയാം അല്ലേ. സീ എന്തുകൊണ്ടാണ്, പ്രോസ്പിറോ ആരാണ്, പിന്നെ എന്തുകൊണ്ടാണ് ആ സീയിൽ ടെമ്പസ്റ്റ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് വന്നേക്കുന്നത്. സീസേഴ്സ് വ്യൂസ് ഓൺ റിവെഞ്ച്. അടുത്ത ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഫെർഡിനൻഡ് ആൻഡ് മിറാൻഡ. അതുകൊണ്ട് ആ നോട്ട്സിലൂടെയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗൊൺസാലോയുടെ അല്ലേ, ലോയൽ ആയിട്ടുള്ള കൗൺസിലർ ഗൊൺസാലോസ് ഐഡിയൽ കോമൺവെൽത്ത്, ഗൊൺസാലോയുടെ ആ കോമൺവെൽത്തിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ, കമ്മിങ് എക്സാം, ഡ്രാമ ആൻഡ് പോയട്രി എക്സാമിനേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയി. ഗ്രൂപ്പ് എയിൽ ടെമ്പസ്റ്റ് 2 അനോട്ടേഷൻ, ഗ്രൂപ്പ് ബി സീസർ ആൻഡ് ക്ലിയോപാട്ര 2 അനോട്ടേഷൻ, ഗ്രൂപ്പ് സിയിൽ മൂൺലിറ്റ് ഡോം അനോട്ടേഷൻ. പിന്നെ ഫസ്റ്റ് വരുന്നത് ടെമ്പസ്റ്റിൻ്റെ എസ്സേയാണ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് സീസർ ആൻഡ് ക്ലിയോപാട്ര എസ്സേ. ജൂലിയസ് സീസറിൻ്റെ റോളാണ് ചോദിച്ചേക്കുന്നത്, ക്യാരക്ടർ സ്കെച്ച് റോള്. പിന്നെ ആൻറ്റി റൊമാൻറ്റിക് കോമഡി എന്നുള്ള രീതിയിൽ. പിന്നെ മൂൺലിറ്റ് ഡോമിൽ നിന്നും ഏതെങ്കിലും ഒരു എസ്സേ എഴുതിയാൽ മതി. അതുപോലെ ഒരു 5 ഷോർട്ട് ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ പേപ്പറാണ് ഡ്രാമ ആൻഡ് പോയട്രി എന്നുള്ളത്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ
coming exam.